പിന്നെ ഞാൻ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂ അതിൽ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ബോച്ചേനെ ഭയങ്കര ഇഷ്ടമാണൊക്കെ. അപ്പൊ ഈ അടുത്താണെങ്കിൽ കുറെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതുകൊണ്ട് ബോച്ചയുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളും കേസെല്ലാം വന്നായിരുന്നു. അപ്പൊ ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എന്നോട് പെരുമാറുന്ന രീതി വെച്ചിട്ട് ഞാൻ സ്നേഹിക്കുന്നത്. അവരെന്തോ ആയിക്കോട്ടെ, അവർ ഏത് തരത്തിലുള്ളവരായിക്കോട്ടെ, പക്ഷെ അവർ എന്നോട് കാണിക്കുന്ന ഒരു പെരുമാറ്റം എനിക്കത് നോക്കിയാൽ മതിയല്ലോ. പിന്നീട് ഞാൻ ഇപ്പൊ കോമഡി പറയുന്നത് തനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെടണം. ചിലപ്പോൾ താൻ ഇരിക്കുന്ന അവസ്ഥ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ താൻ എന്നോട് കോമഡി പറയുമ്പോൾ അത് എനിക്ക് കേട്ടിട്ട് ഇത് കോമഡിയാണെന്ന് തോന്നണം, അല്ലേ? അത് ട്രാജഡി ആണെന്ന് തോന്നി നമുക്ക് ദേഷ്യം വരും. അപ്പം ബോച്ചി എന്ന് വെച്ചാൽ ബോച്ചി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവരുടെ കാര്യം ഹണിറോസിനെ എനിക്ക് ഇഷ്ടമാണ്. ആളുടെ ആർട്ടിസ്റ്റ് ഇഷ്ടമാണ്. കോസ്റ്റ്യൂം അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അവര് തമ്മിലുള്ള പേഴ്സണലി ഉള്ള കാര്യം അത് അവരുടെ വിഷയമാണ്. അത് ഹണിറോസിന് ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ല, ബോച്ചയെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ബോച്ചയെ പബ്ലിക്കായിട്ട് പറഞ്ഞതും അത് ആ രീതിക്ക് എടുത്തു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് തരത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടണം. ഞാനൊരു കോമഡി പറയുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടണം, അല്ലാതെ താൻ ചിലപ്പോൾ അത് വിചാരിക്കുന്നത് അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പിന്നെ പ്രശ്നമാവും. പിന്നെ അത് പ്രശ്നമാവും. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകാൻ അതിൽ നേരം വേണ്ട. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എനിക്കിങ്ങനെ ഈ കുരു മഞ്ഞ കിളി ചോദിക്കൂല, അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ചില ഇവിടെ എന്താ പറയാ വന്നിട്ട് ഇപ്പൊ ലൈവിലൊക്കെ ഇരിക്കാനല്ലോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമുക്ക് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും. വീട്ടിൽ വന്ന് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചേച്ചി ആണെങ്കിലും സിനിമ ഫീൽഡിൽ ഇപ്പൊ ആക്റ്റീവായിട്ട് നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ ഈ അടുത്ത ലൈക്ക് മുന്നേ മുതലേ ഡിസ്കഷൻ ഇല്ലാന്നുള്ളൂ, പക്ഷെ ഉള്ള ഇഷ്യൂ ആണ്. പക്ഷെ ഈ അടുത്ത് ഭയങ്കര ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ റിപ്പോർട്ടിൽ ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ്. അപ്പൊ ചേച്ചിക്കാണെങ്കിലും ഇപ്പോൾ ഇപ്പൊ കമന്റിലൊക്കെ നമുക്ക് കാണാം ചേച്ചിയുടെ എതിരെ ഭയങ്കര അറ്റാക്ക്. അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ചെയ്തേക്കുന്ന സിനിമയൊക്കെ ചെറിയ സിനിമകളാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാം കൊച്ചു സിനിമകളും എല്ലാവരും കൂടെ ഒക്കെ ഒരു സഹകരിച്ച് വലിയൊരു ബാനറിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ വലിയ ബാനറിലേക്ക് പോയതാണ് നമ്മുടെ 19-ാം നൂറ്റാണ്ട് പ്രീസ്റ്റ്, ലൂസിഫർ, ഇങ്ങനെ 3 മൂവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എൻ്റെ ഫേസ് പോലും അവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്ഷനൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അങ്ങനെ ലൂസിഫറിലൊക്കെ എന്തോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചത്, പക്ഷെ നമുക്കറിയില്ലായിരുന്നു നമ്മളോട് വലിയ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയത്. അങ്ങനെ അതുപോലെ പ്രീസ്റ്റ് ചെറിയൊരു വേഷമുണ്ട്, അതും ഈ പറഞ്ഞ തന്നെ ചെറിയ വേഷം. 19-ാം നൂറ്റാണ്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേനും ഞാൻ തടി കൂടുതലായിരുന്നു. അന്ന് അതിനകത്ത് ഇരുന്ന കോസ്റ്റ്യൂം മറ്റേതല്ലേ, കച്ചേരി, വണ്ണം തീരെ മെലിഞ്ഞ ക്യാരക്ടറാണ്. അപ്പോഴത്തേനും സാർ എന്നോട് പറഞ്ഞു, ഈ ഒരു വേഷത്തിന് നിനക്കത് പറ്റൂല, നമുക്ക് അടുത്ത സിനിമയിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും അങ്ങനെ പാളിപ്പോയി. പിന്നെ ഞാൻ ചെയ്തതൊക്കെ ഇമ്മാതിരി സിനിമകളാണ്. അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാവുന്നവരൊക്കെയുള്ള അഭിനയിക്കുന്ന സിനിമയൊക്കെ തന്നെയാണ്. അല്ലാതെ അങ്ങനെ ഒരു ചോദ്യം എന്നോട് വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാലും ഇപ്പം ചോദിച്ചാലും നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന മൈൻഡ് പോലെ ഇരിക്കും. നമ്മൾ അങ്ങോട്ട് നോ, പെണ്ണുങ്ങൾ നോ എന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞിരിക്കണം, അല്ലാതെ കൊഞ്ചിക്കൊഴഞ്ഞാൽ സംസാരിക്കാൻ നിൽക്കരുത്. എന്താ ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടും. ഇപ്പോൾ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഒതുക്കി നിർത്തുമോന്നൊക്കെ പേടിച്ചിട്ട് പലരും നോ പറയാൻ പേടിക്കാറുണ്ട്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് നോ പറയാനുള്ള ധൈര്യം ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്നൊന്നും തോന്നിയിട്ടില്ല? അതൊന്നും എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എൻ്റെ ഫാമിലിക്കാണ്. അതുകൊണ്ട് എന്നോട് ഇപ്പോൾ വന്ന് ചോദിച്ചാലും ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞത് ഞാൻ ഈ ചെറിയ സിനിമകൾ മതി എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് സിനിമ കിട്ടിയില്ല വേണ്ട. എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് 4 എണ്ണം ഉണ്ട്, വലിയ കുഴപ്പമില്ലാതെ 4 സമയമില്ല. ഇപ്പൊ തന്നെ എന്റെ ലൈവിന്റെ സമയമാണ് ഇവിടെ ഇരിക്കുന്നത്. ആ സമയം കാരണം ഞാനൊരു 9 മണി, ഒരു 8:45, 9 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ എനിക്ക് ലൈവ്, അതിൻ്റെ കൂടെ പിന്നെ റീൽസ്, പിന്നെ ജിമ്മ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് രാത്രിയായി. പിന്നെ ലൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് ഡെയിലി ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് സമയമില്ല ഒന്നിനും. പിന്നെന്ന് വെച്ചാൽ സിനിമ ഇപ്പൊ ഞാൻ അങ്ങനെ വലിയ റിസ്ക് എടുത്ത് ചോദിക്കുന്നില്ല ആരോടും. കരഞ്ഞ് കാല് പിടിച്ച് വേഷം മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ പോകുന്നില്ല. എൻ്റെ യൂട്യൂബ് ചാനലായിട്ട് ഞാൻ പോവാണ്. കാരണം എന്നെ ഇപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയ വഴി വളർന്നു വന്നുകൊണ്ടാണ് ആൾക്കാർ എന്നെ ഇപ്പോഴും കാണുന്നത്. അല്ലാതെ എൻ്റെ സിനിമയിൽ കണ്ടു എന്ന് പറഞ്ഞ് എന്നോട് ഇതുവരെ ആരും പറഞ്ഞില്ല. പിന്നെ ഞാൻ ലവ് ഫോർ സെയിൽ ഇറങ്ങിയപ്പോഴത്തേനും അത് അങ്ങനത്തെ ഒരു മൂവി ആയതുകൊണ്ട് അത് കണ്ടെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കൊണ്ട് പോസ്റ്ററൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ എന്നെ ചേച്ചി റീൽ ചെയ്യാറുള്ള ആളല്ലേ, എൻ്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടും അങ്ങനെയൊക്കെ തന്നെ, പുലികളി കണ്ടിട്ടും അങ്ങനെയൊക്കെ തന്നെ എന്നെ ആൾക്കാർക്ക് അറിയൂ. എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഞാൻ സിനിമയ്ക്ക് വേണ്ടി കരഞ്ഞ് കാല് പിടിക്കാൻ പോകത്തില്ല. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് പേര് മുന്നോട്ട് വന്നല്ലോ. അപ്പൊ ചേച്ചിക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ ഒരു സിറ്റുവേഷൻ? അങ്ങനെയില്ല. എനിക്ക് അത്രയും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു അമ്മ മേഖലയിൽപ്പെട്ട ആരുമായിട്ട് അങ്ങനെ വലിയ പരിചയങ്ങളില്ല. എല്ലാവരും ജസ്റ്റ് ഹായ് ബൈ കേട്ടോ, ജസ്റ്റ് ഹായ് ബൈ അങ്ങനെയുള്ളൊരു. ഇപ്പൊ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോയി പരിചയപ്പെട്ടു. പിന്നെ ചില വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ പരിചയപ്പെട്ടു, അപ്പൊ തന്നെ ശരി ഇന്ന് അടുത്ത വർക്കിന് കാണാമെന്നും പറഞ്ഞു, അത്രയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്.